ഇപ്പോൾ നമ്മുടെ ഈ ഒരു iVMS സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഡിവൈസ് മാനേജ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ 192.168.29.152 എന്ന് പറഞ്ഞ ഒരു ക്യാമറ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് കാണാൻ കഴിയണം ആ ഒരു ക്യാമറേനെ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്യാമറേനെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു എറർ എങ്ങനെ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഡിവൈസ് മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം. ഒന്ന് സെർവറിന്ന് കാണാം, രണ്ട് ഗ്രൂപ്പ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ സെർവർ എന്നുള്ള ഓപ്ഷനകത്ത് ആണ് നമ്മൾ സാധാരണ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം കാണിക്കുന്നതും നമ്മൾ ആഡ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ക്യാമറകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ഏത് ഗ്രൂപ്പിലേക്കാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷനാണ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറേനെ നമ്മുടെ മെയിൻ മെനുവിൽ കാണിക്കുന്നില്ല, ഇവിടെ വരുന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളായിരിക്കും ഇവിടെ ഈ 4MB NVR എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പുകളാണ്. ഇത് സാധാരണ കേസിൽ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവുന്നതാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവില്ല. അത് എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ആകാത്തതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ആഡ് ചെയ്തിരിക്കുന്ന, അതായത് ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിവൈസ് മാനേജർ വന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് എടുക്കുക. ഗ്രൂപ്പിനകത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ക്യാമറയ്ക്ക് ഈ മെയിൻ മെനുവിൽ വരാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ഗ്രൂപ്പിൽ പ്രസ് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ഒരു പേരിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതൊരു അക്യൂസെൻസ് ക്യാമറ ആയതുകൊണ്ട് ഞാൻ അക്യൂസെൻസ് എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് ക്രിയേറ്റ് ഗ്രൂപ്പ് ബൈ ഡിവൈസ് നെയിം എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഡിവൈസുകളെല്ലാം ഇവിടെ കാണിക്കും. ഇപ്പോൾ എൻ്റെ കേസിനകത്ത് എനിക്ക് ഒരൊറ്റ ഡിവൈസ് മാത്രമേ ഉള്ളൂ ഇവിടെ കാണാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഡിവൈസ് അക്യൂസെൻസ് എന്നുള്ള ആ ഒരു ഡിവൈസ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ അത് ഇമ്പോർട്ടിങ് സക്സീഡഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി മെയിൻ മെനുവിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറേനെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ആ ഒരു ക്യാമറേനെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരാതിരുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഇത് ഡിവൈസ് മാനേജർ എടുക്കുക. ഞാനിപ്പോൾ ആ ഒരു ഡിവൈസിനെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അത് കണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഡിവൈസ് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിവൈസിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ആഡ് ടു ക്ലയൻറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടോ എക്സ്പോർട്ട് ടു ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ടിക്ക് കിടപ്പുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ടിക്ക് അൺടിക്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഈ ഒരു ഡിവൈസിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിവൈസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനൊരു ടിക്ക് കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അത് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് മെയിൻ മെനുവിൽ വരും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ടിക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡിവൈസ് ആഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടിക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യില്ല, പുതിയൊരു ഗ്രൂപ്പ് അവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മെയിൻ മെനുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ക്യാമറയെ ആഡ് ചെയ്ത ക്യാമറയെ കാണാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതായത് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ 256 ക്യാമറകളെ മാക്സിമമാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിൽ 250 ക്യാമറയല്ല അതിൽ കൂടുതൽ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ ക്യാമറകളെ നിങ്ങൾക്ക് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ ആഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ക്യാമറകളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ NVR ഒക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അക്യൂസെൻസ് എന്നുള്ള ക്യാമറയെ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഡിവൈസ് മാനേജ്മെൻറ്റിൽ പോയിട്ട് ഈ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ, ഇവിടെ സെർവർ ആയിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുന്നത്, ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണിക്കും ആ ഗ്രൂപ്പ്. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ഗ്രൂപ്പ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഗ്രൂപ്പിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ മെയിൻ മെനുവിൽ നമുക്ക് പോകുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫ്രീ ആവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഫോൾഡേഴ്സ് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് ഞാൻ ചുമ്മാ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മെയിൻ മെനുവിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫ്രീ ആണ്. ഇനി നമുക്ക് ആ ഒരു പുതിയ ക്യാമറ ചുമ്മാ ഒന്ന് ആഡ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു, ആഡ് ടു ക്ലയൻറ്റ് കൊടുക്കുന്നു, എക്സ്പോർട്ട് ടു ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ പേര് അക്യൂസെൻസ് എന്ന് തന്നെ ഇടാൻ പോവാണ്. യൂസർ നെയിം നമ്മൾ പതിവ് പോലെ അഡ്മിൻ, പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാസ്വേഡും ടൈപ്പ് ചെയ്ത് തന്നിട്ട് ഞാൻ എക്സ്പോർട്ട് ഒരു ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നെറ്റ് സ്റ്റാറ്റസ് ഇപ്പോൾ ഗ്രീൻ ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ മെയിൻ മെനുവിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതുണ്ടോ, ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ ക്യാമറ മാത്രമായിട്ട് ഇങ്ങനെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്, കൂടുതൽ ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.